എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. വയനാടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വികസന പാതയിൽ 2 ദശാബ്ദത്തിലേറെയായി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു മഹത് സ്ഥാപനമാണ് കൽപ്പറ്റയിലെ ഡീപോൾ പബ്ലിക് സ്കൂൾ. വയനാടിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സീറോ മലബാർ സഭയിൽ മാനന്തവാടി രൂപത നേരിട്ട് നടത്തുന്ന CBSE അംഗീകാരമുള്ള ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG മുതൽ +2 വരെ 1200-ൽ പരം വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിക്കുന്നു. റെവറൻഡ് ഫാദർ അഗസ്റ്റിൻ നിലയ്ക്കപ്പള്ളി സ്കൂൾ മാനേജറായും റെവറൻഡ് ഫാദർ ബിജു മാത്യു പ്രിൻസിപ്പലായും സ്തുത്യർഹ സേവനം അനുഷ്ഠിക്കുന്ന ഈ കലാലയത്തിൽ 79 അധ്യാപക അനധ്യാപകർ ജോലി ചെയ്യുന്നു. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഔദ്യോഗിക ജീവിതം നയിക്കുന്നു. ധന്യമായ ഈ കലാലയത്തിന്റെ ഇടനാഴിയിലൂടെ ഒരു യാത്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വ്യാപൃതരാണ് ഇവിടുത്തെ കുട്ടികൾ. റിയാലിറ്റി ഷോകളും സിനിമാറ്റിക് ഡാൻസുകളും അരങ്ങ് തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് പരിചിതങ്ങളല്ലാത്ത ഏതാനും കലാരൂപങ്ങളെ ഇവിടെ പരിചയപ്പെടാം. മാനന്തവാടി രൂപതയുടെ വിദ്യാഭ്യാസ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഭിമന്യമാർ ജേക്കബ് തൂങ്ങഴി പിതാവിൻ്റെ കാലഘട്ടത്തിൽ 1993 മോർണിംഗ് സ്റ്റാർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ ആരംഭിച്ച സ്കൂളാണ് ഇത്. 4 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ധാർമ്മികവും ബൗദ്ധികവും വിദ്യാഭ്യാസപരവുമായ അറിവ് കൊടുക്കുക, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ അവരെ സഹായിക്കുക, ഈ ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചതാണ് ഈ സ്കൂള്. ഇന്ന് അത് മാനന്തവാടി രൂപതയുടെ ഇപ്പോഴത്തെ മെത്രാനായിരിക്കുന്ന മാർ ജോസ് പെരുന്നടം പിതാവിൻ്റെ നിയന്ത്രണത്തിലും ശിക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്കൂളിൽ ഇപ്പോഴത്തെ പേര് അതൊരു ട്രസ്റ്റായി രൂപാന്തരപ്പെട്ടപ്പോൾ വിൻസെൻ്റ് പോൾ പബ്ലിക് സ്കൂൾ എന്ന പേര് നൽകുകയുണ്ടായി. ഐക്യത്തിൻ്റെയും മാനവ സാഹോദര്യത്തിൻ്റെയും ചരിത്രമാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം. ഈ ചരിത്രത്തിൻ്റെ ഗാഥയുമായി ഡീപോളിലെ ഗായിക സംഘം.
ഈ സ്കൂള് ഇപ്പോൾ ഒരു ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ ബോർഡിൻ്റെ ചെയർമാൻ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ രൂപത വികാരി ജനറലായിരിക്കുന്ന മോൺസിഞ്ഞോർ മാത്യു മാടപ്പള്ളിക്കുന്നേൽ ആണ്. 7 പേര് ഈ ബോർഡിൻ്റെ കീഴിലുണ്ട്. പ്രൊക്രേറ്റർ ആയിരിക്കുന്ന ബെന്നി മുതലക്കാലച്ചന്, ചാൻസലറായിരിക്കുന്ന ജോസ് പരുമലച്ചന്, രൂപതയിലെ സെമിനാരി ഡയറക്ടറായിരിക്കുന്ന തോമസ് കച്ചറയിൽ, മുൻ മാനേജരായിരിക്കുന്ന ജോസ് കൊച്ചറയ്ക്കൽ, ഇപ്പോഴത്തെ മാനേജറെ ഫാദർ അഗസ്റ്റിൻ നെല്ലിക്കപ്പള്ളിൽ, പ്രിൻസിപ്പളെ ബിജു മാത്യു കോയിക്കാട്ടിൽ, ഇത്രയും പേരാണ് ഈ ബോർഡിൻ്റെ കീഴിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത്. വില്ലടിച്ചാൻ പാട്ട് തെക്കൻ കേരളത്തിൽ നിലനിന്നിരുന്ന കലാരൂപമാണ് വില്ലടിച്ചാൻ പാട്ട്. തെക്കൻ കേരളത്തിലെ വീരപുരുഷന്മാരുടെ അപദാനങ്ങളെ വാഴ്ത്തിപ്പാടുന്നതാണ് ഈ കലാരൂപം. ഇവിടെ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ചരിത്രമാണ് വില്ലടിച്ചാൻ പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർ ഇവിടെ കാഴ്ചവെക്കുന്നത്. നമസ്കാരം. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലായി രൂപമെടുത്ത കലാരൂപമാണ് വില്ലടിച്ചാൻ പാട്ട്. കേരളത്തിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തെ പൊടി തട്ടിയെടുക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. കേരളത്തിൻ്റെ ലളിത കലാരൂപമായ വില്ലടിച്ചാൻ പാട്ടിലൂടെ പാവങ്ങളുടെ പടത്തലവനും കാരുണ്യത്തിന് നിറകടവും ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ നാമത്തിന് കാരണക്കാരനുമായ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ കഥയാണ് ഞങ്ങളിവിടെ പറയുന്നത്. അല്ലാതെ മറ്റെന്തു പറയാൻ? എന്നാൽ തുടങ്ങിയാലോ? കേൾക്കാനായി നിങ്ങൾ കാതു കൂർപ്പിച്ചോളൂ. അപ്പോൾ കഥ പറയാമല്ലേ? പാവങ്ങൾക്ക് തണലായുള്ളൊരു വിശുദ്ധനായൊരു വിൻസെൻ്റ് ഡി പോൾ, കാരുണ്യത്തിൻ കൈത്തിരിനാളം മനുഷ്യന് മുൻപിൽ കൊളുത്തി വെച്ചു, പരസ്നേഹത്തിൻ പുണ്യമന്ത്രം നാടിൻ നന്മയ്ക്കൊതിയ നാഥൻ, പാവങ്ങൾക്ക് തണലായുള്ളൊരു വിശുദ്ധനായൊരു വിൻസെൻ്റ് ഡി പോൾ. അങ്ങനെയോ? തോക്കിൽ കയറി വെടിവെക്കല്ലേ, ഞാൻ പറയാം, നിങ്ങൾ കേൾക്ക്. ഫ്രാൻസിലെ വിസ്തൃതമായ മണൽക്കാടുകളുടെയും കുറ്റിച്ചെടികളുടെയും പാറക്കൂട്ടങ്ങളുടെയും ഇടയ്ക്ക് വയലുകളുള്ള ഭൂപ്രദേശം, സ്വതവേ ഫലവൃഷ്ടി കുറഞ്ഞ മണ്ണ്. അവിടെ കാടുകളുടെയും മേടുകളുടെയും ഇടയിലൂടെ സ്വച്ഛന്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊച്ചരുവികൾ. കടലിൽ നിന്ന് ഏതാണ്ട് 20 മൈൽ ഉള്ളിലേക്ക് മാറി അതാ ആ കാണുന്ന കൊച്ചു ഗ്രാമം, പോ എന്ന വിശുദ്ധ ഗ്രാമം. ഫ്രാൻസിലെ ഡാസ്കിനടുത്തുള്ള ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു വിശുദ്ധൻ ഇതാ ജനിക്കുന്നു. 1581 ജീൻ മോറസ് ദമ്പതികളുടെ 3ാമത്തെ സന്താനമായി ഒരു വിശുദ്ധൻ ഇതാ ജനിക്കുന്നു, വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ. കർഷകനായ പിതാവിൻ മക്കളിൽ 3ാമത്തെ തനയൻ വിൻസെൻ്റ്, വീടിൻ നാടിൻ ഓമനയായി മതവിപ്ലവം കുടുംബരി കൊള്ളും പ്രോഗ്രാമത്തിൻ ഓമനയായി. മതവിപ്ലവത്തിൻ്റെയും കാൽവിനിസ്റ്റുകളുടെയും കൊടും ക്രൂരതകൾ എല്ലാം നഷ്ടപ്പെട്ടു. കഷ്ടം തന്നെ. വളരെ കഷ്ടിച്ച് വിൻസെൻ്റിന്റെ കുടുംബവും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർക്കിനി ഏക ആശ്രയമായുമുള്ളത് ആ ചെറിയ കൃഷിസ്ഥലവും ആടുമേടുകളും പിന്നെ ക്രിസ്തീയ വിശ്വാസവുമായിരുന്നു. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹത്തിലും പരിപാലനയിലും വളർന്നു വന്ന വിൻസെന്റിൽ ദൈവഭക്തിയും ദീനാനുകമ്പയും പ്രകടമായി. കേട്ടോ കൂട്ടരെ, ബാലൻ വിൻസെന്റ് അത്ര നിസ്സാരക്കാരനല്ല. വീട്ടിലെ മരപ്പത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കന്യകാമറിയത്തിന്റെ രൂപത്തിന് മുൻപിൽ കൂട്ടുകാരെയും കൂട്ടി പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞവളെ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, പരിശുദ്ധ കന്യാമാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എപ്പോഴും മൃത്യുവിൻ നേരത്തും. ബാലൻ വിൻസെന്റ് ധാന്യം പൊടിച്ചുകൊണ്ടുവരുമ്പോൾ
വഴിയരികിൽ അതാ ഭിക്ഷക്കാർ. ഭിക്ഷക്കാർക്ക് പൊടിച്ച ധാന്യം വിതരണം ചെയ്ത് അവരുടെ പട്ടിണി മാറ്റി. നന്മകൾ ചെയ്യും കൊച്ചു വിശുദ്ധൻ വിൻസെന്റിന്റെ കാരുണ്യത്തിൻ കഥകൾ കേൾക്കൂ. നന്മകൾ ചെയ്യും കൊച്ചു വിശുദ്ധൻ വിൻസെന്റിന്റെ കാരുണ്യത്തിൻ കഥകൾ കേൾക്കൂ. വിശക്കുന്നവന് ഭോജനമേകാൻ, തണുക്കുന്നവന് പൂതപ്പേകാൻ, പുഞ്ചിരി തൂകി കൈകൾ നീട്ടും കാരുണ്യത്തിൻ നിറകുടമേ. പുഞ്ചിരി തൂകി കൈകൾ നീട്ടും കാരുണ്യത്തിൻ നിറകുടമേ. അതെ, ചെറുപ്രായത്തിൽ തന്നെ പാവങ്ങളോടുള്ള ദീനാനുകമ്പ വിൻസെന്റിൽ കണ്ടുവന്നു. ഒരു വിശുദ്ധന്റെ വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് അന്നു തന്നെ തുടങ്ങി. കണ്ടില്ലേ കണ്ടില്ലേ കൂട്ടരെ, കേട്ടില്ലേ കേട്ടില്ലേ കൂട്ടരെ. പോ ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 4 മൈൽ ദൂരമുണ്ടായിരുന്നു ഫ്രാൻസിസ്കൻ സന്യാസികളുടെ കലാലയത്തിലേക്ക്. ബാലൻ വിൻസെന്റിന്റെ വിദ്യാഭ്യാസം അവിടെ ആരംഭിച്ചു. ഭേഷ് ഭേഷ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിൻസെന്റിൽ ഒരാഗ്രഹം ഉടലെടുത്തു. ഒരു ഡോക്ടർ ആകണമെന്നായിരിക്കും. അല്ല, ഒരു എഞ്ചിനീയർ ആകണമെന്നായിരിക്കും. അബദ്ധം പറയാതെ ഞാൻ പറയാം, ഒരു വൈദികനാകണമെന്നായിരുന്നു. ഓ, അച്ഛൻ കുഞ്ഞാകാൻ പോയോ? അതെ, ബിഡാക്കിലെ കലാലയ സെമിനാരിയിൽ നിന്നും 1596 ഡിസംബർ 2 ഡിഹോഴ്സ് മെത്രാനിൽ നിന്നും ആദ്യ പട്ടം സ്വീകരിച്ചു. ക്രിസ്തുവിനായി ജീവിതമേകാൻ തിരുവസ്ത്രമണിന് ശോഭനമായൊരു ജീവിതയാത്ര ആരംഭിച്ചു. ക്രിസ്തുവിനായി ജീവിതമേകാൻ തിരുവസ്ത്രമണിഞ്ഞ് ശോഭനമായൊരു ജീവിതയാത്ര ആരംഭിച്ചു. തന്നെ തന്നെ വിഭജിച്ചവന് സാക്ഷ്യം നൽകാൻ സ്നേഹം പകരാൻ, തന്നെ തന്നെ വിഭജിച്ചവന് സാക്ഷ്യം നൽകാൻ സ്നേഹം പകരാൻ, തന്നെ തന്നെ ഒഴിഞ്ഞു വെച്ച് സോദരനായി പകുത്തു നൽകി, തന്നെ തന്നെ ഒഴിഞ്ഞു വെച്ച് സോദരനായി പകർത്തു നൽകി, കഴിവും അറിവും പകർന്നു നൽകി. പിതാവിന്റെ മരണം മൂലം സെമിനാരി പഠനം വഴിമുട്ടി നിൽക്കുന്ന കാലഘട്ടം. നവവിദ്യാർത്ഥികൾക്കായി ഒരു വിദ്യാലയം തുടങ്ങി. വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയ ആ വിദ്യാലയം പതുക്കെ പതുക്കെ വളർന്നു വന്നു. ഒപ്പം തന്നെ വിൻസെന്റിന്റെ സെമിനാരി പഠനവും. അങ്ങനെ അഭിമന്യ ഫ്രാൻസിസ് ബൂർസിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. അതെ, പക്ഷേ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ആധിപത്യത്തിൽ ക്രൈസ്തവ സമൂഹം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടം. നവവൈദികൻ വിൻസെന്റ് തന്റെ മനോഹര പ്രസംഗങ്ങളിലൂടെയും സൗഹൃദ സംഭാഷണങ്ങളിലൂടെയും ക്രൈസ്തവ സഭയ്ക്ക് കാഴ്ചപ്പാടും ദർശനവും നൽകി സമാധാനം കൊണ്ടുവന്നു. സമാധാനം സമാധാനം, എല്ലാവർക്കും സമാധാനം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർസിൽ നിന്നും നർബോണിലേക്ക് സ്നേഹിതരുടെ ഉപദേശപ്രകാരം ഒരു യാത്ര നടത്തുന്നത്. ടൂറ് പോയതായിരിക്കും അല്ലേ? അല്ല, പരീക്ഷണത്തിന്റെ ഒരു യാത്ര. ആദ്യമായുള്ള ഒരു കപ്പൽ യാത്ര. കടൽ പാതി താണ്ടിയപ്പോൾ അതാ വരുന്നു കടൽ കൊള്ളക്കാർ. ഭയാനകം. അടിമത്തത്തിൻ ചങ്ങല പേറാൻ കടൽ കൊള്ളക്കാർ കാരണമായി. അടിമത്തത്തിൻ ചങ്ങല പേറാൻ കടൽ കൊള്ളക്കാർ കാരണമായി. പലവിധ തൊഴിലുകൾ പലവിധ നാടുകൾ കഷ്ടതയേറും ജീവിതമേകി. പലവിധ തൊഴിലുകൾ പലവിധ നാടുകൾ കഷ്ടതയേറും ജീവിതമേകി. കാൽവരി മുകളിൽ നാഥൻ നൽകിയ സഹനത്തിന്റെ മുൾമുടിയേന്തി. കാൽവരി മുകളിൽ നാഥൻ നൽകിയ സഹനത്തിന്റെ മുൾമുടിയേന്തി. ഉദ്ധാനത്തെ മുന്നിൽ കണ്ട് സഹനക്കടലുകൾ നീന്തിയലഞ്ഞു. ഉദ്ധാനത്തെ മുന്നിൽ കണ്ടു സഹനക്കടലുകൾ നീന്തിയലഞ്ഞു. തന്റെ അടിമ ജീവിതത്തിനിടയിൽ പലരുടെയും അടിമയായി. മുഹമ്മദിയന്റെ കൂടെ കൂടി വൈദ്യം പഠിച്ചു. പക്ഷേ മതം മാറിയില്ല. അങ്ങനെ രാജ്ഞിയുടെ ആത്മീയ ഉപദേഷ്ടാവായി. രാജകൊട്ടാരങ്ങളെ സ്നേഹിക്കാത്ത വിൻസെന്റ് അടുപ്പ് പുകയാത്ത കുടിലുകൾ തേടി വീണ്ടും ഇറങ്ങി. ശരിയാ പറഞ്ഞത്. 1610 വീണ്ടും പാരീസിലേക്ക് തിരിച്ചു വന്നു. അന്ന് അദ്ദേഹം കാർഡിനൽ ബറൂളിന്റെ ഭക്തസംഘടനകളുമായി സഹകരിച്ച് അത് ആതുരാലയങ്ങളിലേക്കുള്ള വഴിതുറക്കലായിരുന്നു. വഴിയോരങ്ങളിൽ അന്തിയുറങ്ങും പാവങ്ങൾക്കൊരു രക്ഷകനായി, അനാഥബാല്യം ചുമലിലെടുത്ത് മധുരം നൽകി പാടിയുറക്കി. വഴിയോരങ്ങളിൽ അന്തിയുറങ്ങും പാവങ്ങൾക്കൊരു രക്ഷകനായി, അനാഥബാല്യം ചുമലിലെടുത്ത് മധുരം നൽകി പാടിയുറക്കി. അവശതയേറും അശരണർക്കും രോഗികൾക്കും സാന്ത്വനമായി. അവശതയേറും അശരണർക്കും രോഗികൾക്കും സാന്ത്വനമായി. വഴിയോരങ്ങളിൽ അന്തിയുറങ്ങും പാവങ്ങൾക്കൊരു രക്ഷകനായി. വഴിയോരങ്ങളിൽ അന്തിയുറങ്ങും പാവങ്ങൾക്കൊരു രക്ഷകനായി. പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കണമെന്ന് വിൻസെന്റ് അച്ഛൻ ദൃഢനിശ്ചയം ചെയ്തു. അതിനായി പദ്ധതികൾ ആവിഷ്കരിച്ചു.
ആവിഷ്കരിച്ച പദ്ധതികൾ നടപ്പിലാക്കി. ഇടവക വികാരിയായി ഇപ്പോൾ ഫാദർ വിൻസെന്റ് ക്ലിഹിയിലേക്ക് പോവുകയാണ്. സാമാന്യം വലിയൊരു ഭൂപ്രദേശം, പക്ഷേ ജീർണിച്ച ദേവാലയം, ദാരിദ്ര്യം നിറഞ്ഞ ആളുകൾ. മനം മടുത്തു പോകും. തീർച്ചയായും. നമ്മുടെ വിൻസെന്റ് അച്ഛനോ ഒരിക്കലുമില്ല. ഞായറാഴ്ച കുർബാനകളിൽ ദരിദ്രരെ സഹായിക്കാൻ ജനങ്ങളോടന്ന് അച്ഛൻ ആഹ്വാനം ചെയ്തു. ഞായറാഴ്ച കുർബാനയിൽ ദരിദ്രരെ സഹായിക്കാൻ ജനങ്ങളോടൊന്ന് അച്ഛൻ ആഹ്വാനം ചെയ്തു. ചെറു ചെറു സംഘങ്ങളായി ഭക്ഷണവും വസ്ത്രങ്ങളും ശേഖരിച്ച് ദാരിദ്ര്യത്തെ അകറ്റി നിർത്തി. ചെറു ചെറു സംഘങ്ങളായി ഭക്ഷണവും വസ്ത്രങ്ങളും ശേഖരിച്ച് ദാരിദ്ര്യത്തെ അകറ്റി നിർത്തി. ഓ കേമം തന്നെ, ഇനിയും വേണം. എന്നാൽ കേട്ടോളൂ, ദേവാലയം പുനരുദ്ധരിക്കാനും രോഗികൾക്ക് ആശ്വാസമേകാനും ദേവാലയം പുനരുദ്ധരിക്കാനും രോഗികൾക്ക് ആശ്വാസമേകാനും ഇടവകയുടെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കാനും ഇടവകയുടെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കാനും വിൻസെന്റ് അച്ഛന്റെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതിയുണ്ടാക്കി. വിൻസെന്റ് അച്ഛന്റെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതിയുണ്ടാക്കി. ഉള്ളിൽ കാമ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റങ്ങൾക്കായി കാതോർത്തോളൂ. ആത്മീയ സംഘടനകളുടെ മികച്ച സംഘാടകൻ, യുദ്ധവും പകർച്ചവ്യാധിയും ദാരിദ്ര്യവും നിറഞ്ഞിരുന്ന കാലഘട്ടത്തിന് തെളിനീരായി മാറിയ പ്രവർത്തനങ്ങൾ, കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവ. അനാഥ കുഞ്ഞുങ്ങൾക്കായി ഒരു മാതൃസംരക്ഷണാലയം തുടങ്ങി. കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത മാതൃസഹജമായ വാത്സല്യം. രാരീരാരീരം രാരോ രാരീരാരീരം രാരോ രാരീരാരീരം രാരോ രാരീരാരീരം രാരോ. വിശക്കുന്നവന്റെ വയററിഞ്ഞ് ഭക്ഷണം, യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങളോടുള്ള ബഹുമാനം, അവരുടെ ശവസംസ്കാരം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പുണ്യപ്രവർത്തികളുടെ ഒരു ഘോഷയാത്ര. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. രക്താങ്കിതമാം തിരുമുഖ ദർശനം സാധ്യമാക്കിയിടാൻ രക്താങ്കിതമാം തിരുമുഖ ദർശനം സാധ്യമാക്കിയിടാൻ സഹനത്തിന്റെ പാതയിലൊട്ടും പകച്ചു നിന്നില്ല. സഹനത്തിന്റെ പാതയിലൊട്ടും പകച്ചു നിന്നില്ല. രോഗപീഠകൾ എല്ലാ ദുരിതവും ഏറ്റെടുത്തിടാൻ രോഗപീഠകളെല്ലാം ദുരിതവും ഏറ്റെടുത്തിടാൻ പുഞ്ചിരിയോടെ ദൈവത്തിൻ പ്രിയദാസനായവൻ പുഞ്ചിരിയോടെ ദൈവത്തിൻ പ്രിയദാസനായവൻ. സഹനം 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 മഹനീയം. രോഗമുക്തിക്ക് പ്രാവിന്റെ രക്തം വേണമെന്ന് ആവശ്യപ്പെട്ട വൈദ്യനോട് അത് എന്റെ രക്ഷകന്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞ് രോഗശമനത്തിന് മറ്റു വഴികൾ കണ്ടെത്താൻ വൈദ്യനോട് പറയുന്നതിലൂടെ സഹജീവികളോടുള്ള തന്റെ ബഹുമാനം വിൻസെന്റ് അച്ഛൻ വ്യക്തമാക്കി. കരുണവറ്റാത്തൊരു ഉറവിടമേ, കാരുണ്യക്കടലാകും സ്നേഹപ്രിയ. കരുണവറ്റാത്തൊരു ഉറവിടമേ, കാരുണ്യക്കടലാകും സ്നേഹപ്രിയ. ശ്രേഷ്ഠം ശ്രേഷ്ഠം അത്യുന്നതം, ശ്രേഷ്ഠം ശ്രേഷ്ഠം അത്യുന്നതം. പ്രാർത്ഥനാ നിരതമായൊരു അന്ത്യം. 1660 സെപ്റ്റംബർ 27 പുണ്യദേഹം ദൈവാത്മാവിൽ ലയിച്ചു. കാലത്തിന് മുൻപിൽ തൻ്റെ ജീവിതം അടയാളമാക്കി നൽകിയ ഫാദർ വിൻസെന്റ് വിശുദ്ധ വിൻസെന്റ് ഡീപോളിലേക്ക് ശ്രേഷ്ഠം ശ്രേഷ്ഠം അത്യുന്നതം, ശ്രേഷ്ഠം ശ്രേഷ്ഠം അത്യുന്നതം. 22 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ പിതാവ് ക്ലെമന്റ് രണ്ടാമൻ വിൻസെന്റ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 1737 അത്ഭുതങ്ങളുടെ ഒരു കുത്തൊഴുക്കിൽ അതേ പിതാവ് തന്നെ വിൻസെന്റ് അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധനായ വിൻസെന്റ് പോലെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ വിൻസെന്റ് പോലെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങനെ 1883 ആയപ്പോഴേക്കും നമ്മുടെ 13-ാം ലയോ മാർപ്പാപ്പ വിശുദ്ധ വിൻസെന്റിനെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. ശ്രേഷ്ഠം ശ്രേഷ്ഠം അത്യുന്നതം, ശ്രേഷ്ഠം ശ്രേഷ്ഠം അത്യുന്നതം. വിശുദ്ധനാം വിൻസെന്റ് പോലെ
പാവങ്ങൾ തൻ പുണ്യതാത വിശുദ്ധനാം വിൻസെന്റ് ഇപ്പോളേ പാവങ്ങൾ തൻ പുണ്യദാതാ. യേശുവിൻ പാത പുൽകാൻ ലോക പ്രതാപമെല്ലാം മോദമോടെ കൈവെടിഞ്ഞു നീ. യേശുവിൻ പാത പുൽകാൻ ലോക പ്രതാപമെല്ലാം മോദമോടെ കൈവെടിഞ്ഞു നീ. വിശുദ്ധനാം വിൻസെന്റ് ഇപ്പോളേ. ദരിദ്രരും അനാഥരും രോഗികളും ഇനിയും ബാക്കി. പക്ഷേ മറ്റൊരു വിൻസെന്റ് എവിടെ? പാവങ്ങളുടെ പടത്തലവ, അനാഥരുടെ ആശ്രയമേ, രോഗികൾ തൻ സാന്ത്വനമേ, നിൻ തുണ ഞങ്ങൾ കേകണമേ. നിൻ വഴി നേർവഴി കാട്ടണമേ, നിൻ വഴി നേർവഴി കാട്ടണമേ. പാവങ്ങളുടെ പടത്തലവ, നിൻ തുണ ഞങ്ങൾ കേകണമേ. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ചിങ്.